അക്കൗണ്ട് വഴി ഇന്നത്തെ പ്രഭാത ഭക്ഷണം അപ്പവും ഉരുളക്കിഴങ്ങ് സ്റ്റൂവാണ്. അപ്പം ചുട്ടുകൊണ്ടേയിരിക്കുന്നു. നല്ല നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന അപ്പം അരച്ചുണ്ടാക്കുന്നതാണ്. നമ്മൾ റെഡിമെയ്ഡൊന്നും വാങ്ങിക്കാറില്ല. എല്ലാം കഴിക്കുന്നു മിക്സിയിലരച്ച് ഗ്രൈൻഡർ അരച്ച് ഉണ്ടാക്കുന്നതാണ്. ഇപ്പം മഴ മാറി നിന്നാൽ മതിയായിരുന്നു. ഒരിടം വരെ പോകണം. മഴ മാറി നിന്നെങ്കിൽ നല്ലതായിരുന്നു. ഇന്നലെ കംപ്ലീറ്റ് മഴയായിരുന്നു. ഫസ്റ്റ് ദിവസമായിട്ട് ഉരുളക്കിഴങ്ങ് സ്റ്റൂ കൂടെ വെക്കണം. പിന്നെ ചോറും കറിയും വെക്കണം. എന്നിട്ട് വേണം പോകാൻ. മത്സരത്തിൽ പങ്കെടുക്കാൻ രാജ്യത്തെ യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്ര നിർമ്മാണത്തിന് സംഭാവന നൽകാനുള്ള മികച്ച അവസരമാണ് വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് 2.0 എന്ന് പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. യുവതയുടെ ആശയങ്ങളും ഉൾക്കാഴ്ചകളും വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ മാസം 31 വരെ ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കാം. മുംബൈയിൽ നടക്കുന്ന മാരിടൈം ലീഡേഴ്സ് കോൺക്ലേവിനെ വാർത്തകളാണ് കേൾക്കുന്നത്. ആകാശവാണി വാർത്തകൾ. തുറമുഖങ്ങൾ, കപ്പൽ നിർമ്മാണം, ക്രൂസ് ടൂറിസം, നീലസമ്പദ് വ്യവസ്ഥ എന്നിവയിലെ പ്രമുഖ പങ്കാളികളെ ഒന്നിച്ചു കൊണ്ടുവരുന്നതിലാണ് കോൺക്ലേവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പരിപാടിയിൽ 85-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 1,00,000-ലധികം പ്രതിനിധികൾ പങ്കെടുക്കും. മാരിടൈം അമൃത്കാൽ വിഷൻ 2047 സംയോജിപ്പിച്ചുകൊണ്ടുള്ള സമുദ്ര പരിവർത്തനത്തിനുള്ള ആഴത്തിലുള്ള പ്രതിബദ്ധതയാണ് പ്രധാനമന്ത്രിയുടെ പങ്കാളിത്തം പ്രതിഫലിപ്പിക്കുന്നത്. ഇന്ത്യ മാരിടൈം വീക്ക് 2025 ഗ്ലോബൽ മാരിടൈം CEO ഫോറത്തിൽ അധ്യക്ഷത വഹിക്കും. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മോൻക ചുഴലിക്കാറ്റ് മണിക്കൂറിൽ 15 കിലോമീറ്റർ വേഗതയിൽ ചെന്നൈയിൽ നിന്ന് ഏകദേശം 420 കിലോമീറ്റർ കിഴക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇതിൽ നിന്ന് വടക്ക് പടിഞ്ഞാറേക്ക് നീങ്ങി തീവ്ര ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുള്ളതിനാൽ ആന്ധ്രാപ്രദേശ്, യാനം, തെക്കൻ ഒഡീഷ തീരങ്ങൾ, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ നാളെ വരെ ചുവപ്പ് ജാഗ്രത നൽകിയിട്ടുണ്ട്. രായലസീമ, തമിഴ്നാട്, പുതുച്ചേരി, കാലക്കരി, തെലങ്കാന എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. ആന്ധ്രാപ്രദേശിലെ കാക്കിനഡയ്ക്ക് സമീപം ഇന്ന് രാത്രി കൊടുങ്കാറ്റ് തീരം കടക്കും. മുൻകരുതൽ നടപടികളുടെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് 12 മണി മുതൽ മദ്യശാലകൾ, വാണിജ്യ സ്ഥാപനങ്ങൾ എന്നിവ അടച്ചിടാൻ യാനം പ്രാദേശിക ഭരണകൂടം ഉത്തരവിട്ടു. കിഴങ്ങ് പൊട്ടറ്റോ സ്റ്റൂ ആണ് വെക്കുന്നത്. അത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. കിഴങ്ങ് ചെറുതെടുക്കണം. പിന്നെ തക്കാളി, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം സ്റ്റൂ ആണ്. തേങ്ങാപ്പാലാണ് വെക്കുന്നത്. അത് സമയമുണ്ടെങ്കിൽ കാണിക്കാം. കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയും. അതേസമയം തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി എന്നീ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശൂർ ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചു. എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും ജില്ലാ ശാസ്ത്രമേളയ്ക്കും മാറ്റമുണ്ടായിരുന്നില്ല. മൂന്നാർ ഗ്യാപ്പ് റോഡിലൂടെയുള്ള രാത്രി യാത്രയും അടിമാലി കുമ്പൻപാറ ഭാഗത്തെ NH85 യാത്രയും നിരോധിച്ചിരിക്കുകയാണ്. കേരളം, തമിഴ്നാട്, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ്
ജോർജ് കാടോ വർഗീസ് മാത്യു തിരുവനന്തപുരത്ത് ആകാശവാണി വാർത്തകളോട് സംസാരിക്കവെ വ്യക്തമാക്കി. ഷസൂറുള്ള പരിപാടി ആ.